മാത്സിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ മുഖത്തോട് മുഖം കണ്ടിട്ട്. കുറേ ദിവസമായിട്ട് സ്ക്വയറും പ്രൊട്രാക്ടറും എന്താ പറയുക കോമ്പസ് ഒക്കെ വെച്ച് ആയുധം വെച്ചുള്ള കളിയായിരുന്നതുകൊണ്ട് ബുക്കിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളെ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് വരാണ്. അതായത് ഇന്നത്തെ പ്രോബ്ലം ഞാൻ നോക്കിയപ്പോൾ ബോർഡിലാണെങ്കിലും ചെയ്ത് കാണിക്കാവുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റിയത് കേട്ടോ. സുഖാണല്ലോ അല്ലേ മക്കൾക്ക്? ആർക്കും കൊറോണയൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. സൂക്ഷിക്കുക. അപ്പം നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ. 9ാം ക്ലാസ്സുകാരുടെ പേജ് 57-ലെ 3rd ക്വസ്റ്റ്യൻ എത്തി അല്ലേ. 3ാമത്തെ ചോദ്യം അവിടെ നോക്കി. അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ട്രയാങ്കിൾ ഒക്കെ തന്നിട്ടില്ലേ? എനിക്കാണ് മിസ് അതുപോലത്തെ ഒരു ട്രയാങ്കിൾ ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് കളർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഇടിവെട്ട് നിറത്തിലായിപ്പോയി. എന്നാ ഇതാണ് അവർ തന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാ മെഷർമെന്റ് തന്നിരിക്കുന്നത് ട്രയാങ്കിളിന്? അതെ, ഈ ആംഗിൾ അവർ തന്നിരിക്കുന്നത് എത്രയാണ്? 75 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിളോ ഇത് 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നേ? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കാണണം, ഏരിയയും കാണണം. അപ്പൊ പെരിമീറ്റർ കാണണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എല്ലാ വശത്തിന്റെ നീളം വേണം. ഏരിയ കാണണമെങ്കിലോ ഹാഫ് BH അല്ലെ, ബേസ് ഇൻറ്റു ഹൈറ്റ്, ആ രീതിയിൽ വേണം. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ആകെയുള്ള മെഷർമെന്റ്, ഒരു വശത്തിന്റെ മെഷർമെന്റ്, ഈ വശത്തിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 4 സെന്റിമീറ്റർ. പിന്നെ 2 ആംഗിളുകൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ ആണെങ്കിൽ നോക്കിയാൽ 60, 75 എന്നൊക്കെയാ തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഇതെന്തായിരിക്കും? 3 വശവും ഡിഫറെന്റ് മെഷർമെന്റ് ഉള്ള ട്രയാങ്കിൾ ആണ്. അതായത് അതെന്താണ്? ഒന്നെങ്കിൽ നമുക്ക് അക്യൂട്ട് ട്രയാങ്കിൾ ആണെന്ന് പറയാം, 3 വശവും ലെസ് ദാൻ 90 ആയതുകൊണ്ട്. അല്ലെങ്കിലോ 3 വശത്തിന്റെ ലെങ്ത് 3 വ്യത്യസ്ത അളവുകളായതുകൊണ്ട് അതിനെ നമുക്ക് സ്കെയിലിംഗ് ട്രയാങ്കിൾ വേണമെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ 3 വശത്തിന്റെയും ലെങ്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധിപരമായ ചില നീക്കങ്ങൾ നടത്താം അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ ഒരു കണക്ക് ചെയ്തില്ലായിരുന്നോ? നമ്മൾ ട്രയാങ്കിളിനെ കട്ട് ചെയ്തിട്ട് ആംഗിൾ കണ്ടുപിടിച്ചത്. എന്താ ഈ കട്ട് ചെയ്ത ആംഗിൾ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 30:60:90. ഈ മെഷർ ആയിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അവരുടെ നീളങ്ങൾ തമ്മിലുണ്ട് അല്ലേ, ഈ ലെങ്ത്തുകൾ തമ്മിലൊരു പ്രപ്പോർഷൻ ഉണ്ട്. എന്താണത്? 1:3:2. ഓർക്കുന്നുണ്ടോ ഇത് പറഞ്ഞത്? ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു റേഷ്യോയും കൂടെ ഉണ്ടല്ലോ നമുക്ക് അറിയാവുന്നത്. ഏതാ? 45:45:90. അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ, ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ കേസിൽ 1:1:2. ഈ 2 കേസിൽ നമുക്ക് മെഷർമെന്റ്സ് കാണാതെ പറയാം. അപ്പൊ ഇവിടെ നമുക്കൊരു 60 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അപ്പൊ നമ്മളിനി എന്തും കൂടി ഉണ്ടാക്കും? ഒരു 60 ഉണ്ട് 30, 90 കൂടെ വരുത്തും. അതെങ്ങനെയാ വരുത്താം? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ട്രയാങ്കിളിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ആംഗിളിനെ നിർത്തിക്കൊണ്ട് വേണം ഏത് വരുത്താൻ? 30, 90 വരുത്താൻ കേട്ടോ. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്? നമുക്ക് ആകെ ഒരു വശത്തിന്റെ മെഷർമെന്റ് തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊന്നും ഫർദർ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ കട്ട് ചെയ്യും? നമുക്കിവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാം അല്ലേ. ഈ 60 ഡിഗ്രി ഉണ്ട്. ഇനി ഒരു 30, 90 നമ്മൾ ഉണ്ടാക്കാൻ പോവാം. അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ഈ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ? ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി വരച്ചുണ്ട്. അപ്പൊ എങ്ങനെയാ ഇവിടെ നിന്ന് 90 ഡിഗ്രി വരയ്ക്കാന്ന് അറിയാൻ വേണ്ടി ഇത് കണ്ടോ, നമ്മുടെ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ അതെടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച്, നമുക്ക് ഏത് ആംഗിളുമായിട്ടാണ്? ഈ ആംഗിളുമായിട്ടാണ് 90 ഡിഗ്രി ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ വെക്കാം? നമ്മുടെ സ്കെയിൽ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാണാമോ നമുക്ക്? സ്കെയിൽ ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ നോക്കണം, ഇവിടെ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് കോർണറിൽ എത്തിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ എടുത്ത് മാറ്റാം. അപ്പൊ നമ്മുടെ സ്കെയിൽ കറക്റ്റ് 90 ഡിഗ്രിയിലായി. അതിനുശേഷം എന്ത് ചെയ്യാം? ഒരു പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്കെച്ച് വെച്ചിട്ടോ വരയ്ക്കുക. കറക്റ്റ് ആയിട്ട്
ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ടാവണം. ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഈ കളർ ആയതുകൊണ്ട് ഞാനിപ്പോൾ വരച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഏത് കളർ കൊണ്ട് വരച്ചാലും ഇതിൽ കാണത്തില്ലായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലൈൻ കാണാൻ പറ്റുന്നില്ലേ? എന്താ വരുന്നത് ഇവിടെ? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരും അല്ലേ, അല്ല റൈറ്റ് ആംഗിൾ വരും അല്ലേ. അപ്പോൾ ഇത് എത്ര വരും? ഇത് 90 ഡിഗ്രിന്ന് വരും. ഇതും അതുപോലെ തന്നെ ലീനിയർ പെയർ അല്ലേ, അപ്പോൾ ഇതും എത്ര വരും? 90 ഡിഗ്രിന്ന് വരും. അപ്പം നോക്കിയേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ 60, 90. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എത്രയായിരിക്കും? ബാക്കി 180 ആകാൻ 60 + 90 എത്രയാണ് കിട്ടുക? 150. അപ്പോൾ 180 ആകണമെങ്കിൽ എത്ര വേണ്ടി വരും ബാക്കി? ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കിട്ടി? 75 എന്നുള്ളത് പോയിട്ട് ഇതിപ്പോൾ എത്രയായിട്ട് സ്പ്ലിറ്റായി? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 30 ആണ്, ടോട്ടൽ ഇത് 75 ആയിരുന്നു. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ബാക്കി ഇത് എത്രയാണ് വരാൻ പോണേ മക്കളെ? 45 എന്ന് വരും അല്ലേ. അതെങ്ങനെയാണ് കിട്ടിയത്? 75ൽ നിന്ന് 30 കുറയ്ക്കുക, അപ്പോൾ ബാക്കി കിട്ടും 45. അപ്പോൾ ഈ ആംഗിൾ ഇപ്പോൾ 75 എന്നുള്ളത് മാറി 30, 45 എന്ന് ഇതിവിടെ സ്പ്ലിറ്റായി. ഇവിടെ നമുക്ക് ഇവരൊരു സൈഡിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇപ്പം മക്കൾ നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് എല്ലാ ഇതും കിട്ടിയോ എന്ന് നോക്കിയേ, ആംഗിൾ മെഷറുകളെല്ലാം. ഇത് 45 ആയതുകൊണ്ട് നോക്കിയേ, ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് പിന്നെ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? കാരണം ഇത് 90. ഇപ്പോൾ ഇത് നമ്മളിത് 45 എന്ന് കണ്ടുപിടിച്ചു. അപ്പം 90, 45 കഴിഞ്ഞിട്ട് 180 ആകാൻ ഇനി എത്രയും കൂടി വേണം? ഇവിടെ എത്ര വരും? 45 എന്നല്ലേ വരിക. എങ്ങനെയാണ് മനസ്സിലായത്? ഈ രണ്ട് ആംഗിൾ മെഷേഴ്സ് നമുക്ക് അറിയായിരുന്നു എത്രയാണ്? 90, 45 അല്ലേ. അപ്പം നമ്മൾ 90, 45 ആഡ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 135 എന്ന് കിട്ടും. നമുക്കറിയാം മൊത്തം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ മെഷർ എന്ന് വെച്ചാൽ 180 ആണ്. അതിൽ നിന്ന് 135 റെഡ്യൂസ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? 45. എത്രയാണെന്ന് കിട്ടി? 45 ഡിഗ്രിന്ന് കിട്ടി. അപ്പം നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് റേഷ്യോ? 30, 60, 90. 30, 60, 90. ആ റേഷ്യോയിൽ വരുന്ന ട്രയാങ്കിളുകളുടെയൊക്കെ നീളം തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 1:√3:2. അതായത് 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1, 60 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് √3, 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 2 സെൻറ്റിമീറ്റർ. ഇങ്ങനെ പോകുന്നതാണ് കണക്ക്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ എന്നല്ലല്ലോ, 4 സെൻറ്റിമീറ്റർ എന്നല്ലേ തന്നിരിക്കുന്നത്. അത് ഏത് ആംഗിളിന് എതിർവശമാണെന്ന് നോക്കിക്കേ. നമ്മുടെ 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഇപ്പോൾ അവരെന്ത് തന്നിരിക്കുന്നത്? 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കണേ. നമ്മൾ പറഞ്ഞ റേഷ്യോ അനുസരിച്ച് അത് എത്രയാ? 2. അപ്പോൾ ഈ 2ൻ്റെ ഇരട്ടിയല്ലേ നമുക്ക് 4 എന്ന് പറയണത്. 2 × 2 ചെയ്യണതല്ലേ 4. അതായത് ഈ സൈഡിൻ്റെ ഇരട്ടിയാണ് ഇത് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്ത് വരും? 2√3 എന്ന് വരും. ഇതെന്ത് വരും? 2 × 1 2 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി റേഷ്യോ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 2, 2√3, 4. എങ്ങനെയാണ് നമുക്കിത് മനസ്സിലായത്? ഇരട്ടിപ്പിക്കണം എന്ന്. ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് 4 വന്നേക്കണം കണ്ടപ്പോൾ. ഇപ്പോൾ ഈ 2ൻ്റെ സ്ഥാനത്ത് 6 എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എല്ലാവരെയും എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? 3 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 3 കൊണ്ട് 6 എന്ന് വന്നു കഴിഞ്ഞാൽ 8 എന്ന് വന്നാലോ 4 കൊണ്ട്. അപ്പം ഇവിടുത്തെ ഈ റേഷ്യോ കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നമുക്ക് 3 വശം കൂടെ നീളം കിട്ടിയില്ലേ? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2√3, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4. അപ്പം നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഇനി 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം നമുക്ക് എന്ത് എഴുതണം? 2√3. കണ്ടോ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 2√3 എന്ന്. ഇനി ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം എന്ത് എഴുതണം? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നോക്കിയാൽ ഇവിടെ എത്രയാന്ന്?
2 അല്ലേ? അപ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിവിടെ എന്ത് എഴുതാം? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് സോൾവായി. അപ്പോൾ ഇത് 2√3 ആണെന്ന് കിട്ടി കേട്ടോ. ഇനി ഈ ട്രയാങ്കിൾ എടുക്കുകയാണ് നമ്മൾ. ഈ ട്രയാങ്കിൾ 45, 45, 90 വന്നിരിക്കുന്ന അടുത്ത ട്രയാങ്കിൾ. അപ്പോൾ ഈ വശം 2√3. അത് ആർക്കെതിരാണ്? ഈ 45-നെതിരാണ്. അങ്ങനെയാണെങ്കിൽ ദേ ഈ 45-നെതിരായിട്ടുള്ള വശം എന്തായിരിക്കും? ഇതേ മെഷർമെൻ്റ് ആയിരിക്കും. കാരണം എന്താ? നമ്മളിതവിടെ എഴുതി വെച്ചിട്ടില്ലേ? 45, 45, 90 എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 1:1:√2. 1:1:√2. അപ്പോൾ രണ്ട് 45-ൻ്റെയും ഓപ്പോസിറ്റ് ഒരേ ലെങ്ത്. 90യുടെ ഓപ്പോസിറ്റ് വരുന്നതോ? √2 ഓഫ് ദാറ്റ് വാല്യൂ. ഏതാണോ വാല്യൂ അതിൻ്റെ √2 ഇരട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 45-ന് ഓപ്പോസിറ്റായിട്ട് തന്നിരിക്കുന്ന വശം എത്രയാ? 2√3 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ 1ൻ്റെ സ്ഥാനത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 2√3. അപ്പോൾ അടുത്ത 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? 2√3 ഈസ് ടു. ഇനി ഇത് എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. 2√3 ഇൻറ്റു എന്ത് ചെയ്യണം? √2 ടൈംസും കൂടി ചെയ്യണം. അപ്പോൾ √2 ഇൻറ്റു 2√3. അപ്പോൾ ഇതിനൊന്നും മാറ്റമില്ല. ഇവരെന്തായി മാറും? 2 റൂട്ട് ഇല്ലാത്ത നമ്പർ ആദ്യം എഴുതി. ഇനി √2 ഇൻറ്റു √3 എത്രയാണ്? √2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 2√6. അപ്പം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എത്രയാണ്? 2√6. അപ്പം നമുക്കിനി ഇവിടെ നോക്കാം. 90 ഡിഗ്രി ഇവിടെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ഇത് അല്ലേ? ഇതിനെന്ത് എഴുതാം? 2√6 എന്ന് എഴുതാം. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെ എന്ത് എഴുതാം? 2√3 എന്ന് എഴുതാം. കിട്ടിയോ മക്കൾക്ക്? അപ്പോൾ 2√6, 2√3, 2√3, 2, 4 എല്ലാ വശവും കിട്ടി. ഇത് 2√6 ആട്ടാ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പെരിമീറ്റർ ഏരിയ കാണാമല്ലോ. നമ്മൾ ട്രയാങ്കിൾ സോൾവ് ചെയ്തു. ഇനി പെരിമീറ്റർ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താ മക്കളെ? പെരിമീറ്റർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ വശങ്ങളുടെ എല്ലാം നീളങ്ങൾ കൂട്ടുന്നല്ലേ? ചുറ്റുമുള്ള അളവല്ലേ ചുറ്റളവ്. അപ്പൊ ചുറ്റുമുള്ള അളവ് കൂട്ടാം. ഇപ്പൊ ഇത് എത്രയാണ്? 4 സെന്റിമീറ്റർ ഈ വശം. ഇനി ഈ വശത്തിന്റെ നീളം എത്രയാണ് കിട്ടിയിരിക്കണേ? 2√6 പ്ലസ് ഇനി ഈ വശത്തിന്റെ നീളം വേണം. ഈ വശത്തിന്റെ നീളം 2 കഷ്ണമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എത്രയാണ്? 2√3. ഇനി ഇത് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇതെല്ലാം കൂടെ കൂട്ടണം. വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയേ, റൂട്ട് ഇല്ലാത്ത 2 പേര് അതാരാ? 4ഉം 2ഉം. അവിടെ നമുക്ക് 2 പേരെയും കൂടി ചേർത്ത് എന്ത് ചെയ്താം? 6 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ 2 രണ്ടിലും കോമൺ ഉണ്ട്. അപ്പൊ 2നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താ ഉള്ളത്? √6 പ്ലസ് √3. ഇതിനെ ഇങ്ങനെ എഴുതിയാൽ മതി. സെന്റിമീറ്റർ നിങ്ങളോട് പ്രത്യേകിച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ √6ന്റെ വാല്യൂ അറിയില്ലല്ലോ. അവിടെ തൽക്കാലം നമുക്ക് അങ്ങനെ എഴുതി നിർത്താം. ഓക്കെ. പിന്നെ വേണം √6നെ എങ്ങനെ എഴുതാം? √2 ഇൻറ്റു √3 എന്ന് എഴുതിയിട്ട് ഓരോന്നിന്റെ വാല്യൂ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. പക്ഷെ ഇത്രയും നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കി അടുത്തത് ഏരിയയിലേക്ക് വരാം. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഹാഫ് BH അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ്. അതിന്റെ പകുതി ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്. ഇവിടെ നമുക്ക് ബേസ് ആയിട്ട് എന്തെടുക്കാം? ഈ വശം എടുക്കാം. കാരണം എന്താ? അപ്പൊ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണെന്ന് എടുക്കാം. ട്രയാങ്കിൾ എങ്ങനെ വേണമെങ്കിലും തിരിച്ചു വെച്ച് നമുക്ക് ഹൈറ്റ് കണക്ക് കൂട്ടാലോ. അപ്പൊ നമ്മളിപ്പോ ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലെങ്ത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈറ്റ് ആയിട്ട് എടുക്കണം. ഇത് എത്രയാണ് നമ്മുടെ? അപ്പൊ ബേസ്. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ബേസിന്റെ നീളം എന്ന് വെച്ചാൽ 2ഉം 2√3 കൂട്ടുന്നതല്ലേ? അപ്പൊ നമുക്കത് കൂട്ടാം. 2 പ്ലസ് 2√3 അതാണ് നമ്മുടെ ബേസ്. ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ എത്രയാ? ഈ ലെങ്ത്. അത് എത്രയാണ്? 2√3. അപ്പൊ നോക്കിയേ, ഒരു 2 വെട്ടിപ്പോയിട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2√3 ഇൻറ്റു √3. ഇങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും?
2√3 പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ 2√3 into √3 that is equal to 2√3 plus നോക്കിയ √3 into √3 എത്രയാ 3 ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വരും 2 into 3 that is 2√3 plus 6 ഒന്ന് സിംപ്ലിഫൈ ചെയ്തു നമ്മൾ ഇതിനത്രേ ഉള്ളൂ 2√3 plus 6 യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ ഇത്രേ ഉള്ളൂ ഈ കണക്ക് ഇത്രയും ചെയ്താൽ മതിയാവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കൾക്ക് അപ്പം അടുത്ത കണക്കിലേക്ക് വരാം അവിടെ ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ ഫ്രം ദ പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ഇതിൽ ആരുടെ പ്രൊഡക്റ്റ് ആണ് നാച്ചുറൽ നമ്പർ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് √12 പിന്നെ √3 into √1.2 √5 √8 √0.5 √8 പിന്നെ 5 ചോദ്യം ഉണ്ട് കേട്ടോ √7.5 √3 and 1/3 ഇത്ര എണ്ണം തന്നിട്ടുണ്ട് ചോദിച്ചെങ്ങനെ എന്താ ഇതിൽ ആരുടെയൊക്കെ പ്രൊഡക്റ്റ് ആണ് നാച്ചുറൽ നമ്പർ ആര് നാച്ചുറൽ നമ്പർ നമ്മുടെ എണ്ണൽ സംഖ്യ അല്ലെ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1 2 3 4 എക്സെട്ര അത് ഇതിൽ ആരുടെയൊക്കെ പ്രൊഡക്റ്റ് വരും എന്നാണ് അപ്പൊ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ എന്താണ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല √a into √b equal to √ab എന്ന് എഴുതാം അപ്പൊ നമ്മൾ നോക്കി ആദ്യത്തെ എടുക്കാം √3 into √12 അപ്പൊ എന്ത് വരും √3 into 12 that is equal to എത്രയാണ് √36 √36 എന്ന് വെച്ചാൽ 36 കറക്റ്റ് സ്ക്വയർ റൂട്ട് ഉള്ള നമ്പർ അല്ലേ അപ്പൊ അതിന്റെ ഉത്തരം എന്ത് വരും 6 അപ്പൊ അതൊരു നാച്ചുറൽ നമ്പർ ആണല്ലോ അപ്പൊ അത് നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ അത് ഓക്കെ ആയി ഇവര് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഇനി രണ്ടാമത്തെ നോക്കാം ഇവിടെ എന്താ √3ഉം മറ്റടുത്ത് 12 ആയിരുന്നെങ്കിൽ ഇവിടെ 1.2 അപ്പൊ ഇതും അതുപോലെ തന്നെ എന്ത് എഴുതാം √3 into 1 √3.6 എന്ന് വരും അല്ലേ √3.6ന്റെ ഉത്തരം എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 എന്നാ 0.6 എന്ന് പറയുമ്പോൾ പോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആവുമോ ആവില്ല അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി അടുത്ത നോക്കിയേ √5 √8 ഇത് ചെയ്യുമ്പോഴോ √5 into 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും √40 √40നെ നമുക്ക് കറക്റ്റ് റൂട്ട് ഉണ്ടോ അതിന് ഇല്ല നമുക്ക് വേണമെങ്കിൽ √4 into 10 എന്ന് എഴുതിയിട്ട് 2√10 എന്ന് എഴുതാനേ പറ്റുള്ളൂ കറക്റ്റ് റൂട്ട് ഇല്ല അപ്പൊ അതും എന്ത് വരില്ല നമ്മുടെ നാച്ചുറൽ നമ്പർ ആയിട്ട് വരില്ല അപ്പൊ അതും പോയി ഇനി ഇത് നോക്കിയേ 0.5 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 into 8 ചെയ്യുമ്പോൾ എന്ത് വരും √4.0 എന്ന് വരും അല്ലേ ഗുണിക്കുമ്പോൾ 40 പിന്നെ ഒരു പോയിന്റ് ഉള്ളത് കാരണം ലെഫ്റ്റിലേക്ക് നീക്കി പോയിന്റ് ഇടുമ്പോൾ 4.0 അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ √4 കറക്റ്റ് റൂട്ട് ഉള്ളതാ അല്ലേ അത് എത്രയാണ് 2 അപ്പൊ അതും ശരിയായി ഇതിനെ നമുക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കാം ഇനി അടുത്ത നോക്കിയേ ഇങ്ങോരെ ചെയ്യണം ഇവരെ ചെയ്യണമെങ്കിൽ ഇവരുടെ പ്രത്യേകത ഈ രണ്ട് ഫ്രാക്ഷൻ എന്താ വിളിക്കുക മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താക്കേണ്ടി വരും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം കേട്ടോ അപ്പൊ ഇതിനെ രണ്ടിനെ നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു √7 and 1/2 എങ്ങനെയാ ചെയ്യാ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ 7 into 2 പിന്നെ മോളിലുള്ള ആളെ കൂട്ടും ഹോൾ ബൈ ഇവിടെ എന്താണോ ബൈ ഉണ്ടായിരുന്ന അതേ നമ്പർ തന്നെ എഴുതും അപ്പൊ ഉത്തരം എന്ത് വരും 15/2 എന്ന് വരും ഇനി അടുത്തത് 3 and 1/3 ഇതുപോലെ തന്നെ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും 3 into 3 plus 1 by ഇവിടെ എന്താണോ ബൈ ആയിട്ടുള്ളത് അതങ്ങനെ തന്നെ അപ്പൊ എന്ത് വരും 10/3 അപ്പൊ ഇനി 7 and 1/2 എന്നുള്ളതിന് വരെ എന്ത് എഴുതാം 15/2 into 10/3 that is equal to എന്താ വരുന്നത് ഇതിന് ഇവിടെ തന്നെ നമുക്ക് വെട്ടാലോ 5 2നെ വെട്ടുമ്പോൾ ഇത് വെച്ച് വെട്ടുമ്പോൾ 5 അപ്പൊ √25 അതിന് കൃത്യം റൂട്ട് ഉണ്ടല്ലോ ആൻസർ അപ്പൊ 5 എന്ന് കിട്ടി അപ്പൊ ഇതിന് എന്ത് കൊടുക്കാം
ഗ്രീൻ സിഗ്നൽ. ഈ 3 പേരാണ് എന്ത് വരുന്നത്? 3 പേർക്ക് ഉത്തരം നാച്ചുറൽ നമ്പർ വന്നു, 2 പേര് നാച്ചുറൽ നമ്പറിൽ അല്ലാതെ വന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഏതിലാണ്? എളുപ്പമുള്ള കണക്കാട്ടോ. പേജ് 60 എക്സസൈസ് എടുത്തേ മക്കള്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 60 എക്സസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. അപ്പോൾ അവിടെ നമ്മൾ റൂട്ടൊന്നും ഇട്ട് എഴുതിയാൽ പറ്റില്ല, കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. എന്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരേ ഒരു മെഷർമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഏതാണ്? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇത് ഈ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കണേ? 4 സെൻറ്റിമീറ്റർ. മറ്റൊന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വശത്തിൻ്റെ പോലും നീളം തന്നിട്ടില്ല, ആകെ ഹൈറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ വിഷമിക്കണോ? വേണ്ട, ഇത് വെച്ചിട്ട് മതി, ഇത് മതി നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? 3 വശം ഒരുപോലെ ആയിരിക്കും അല്ലേ, ഒരേ നീളമായിരിക്കും. അപ്പോൾ 3 വശത്തിൻ്റെ നീളം അറിയില്ല, അപ്പോൾ നമ്മൾ അതിനെ എന്തെടുക്കുന്നു? എക്സ് എന്നാണല്ലോ സാധാരണ നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടി എന്തെടുക്കാം? ലെറ്റ് 2x be the length of one side എന്ന് എടുക്കാം. ലെങ്ത് ഓഫ് വൺ സൈഡ്. അപ്പൊ 2x ആണ് ഒരു വശത്തിന്റെ നീളം. അപ്പൊ ഈ വശത്തിന്റെ നീളം എത്ര വരും? 2x. ഈ വശത്തിന്റെ നീളം എത്ര വരും? 2x. ഇവിടെ വരുമ്പോഴോ x എന്നാകും അല്ലേ. ഇത് അപ്പൊ കറക്റ്റ് ആയിട്ടല്ലേ മുറിച്ചേക്കണേ. അപ്പൊ ഇത് x. അപ്പൊ ഇവിടെ x/2 വരാതിരിക്കാനാണ്, അതിന്റെ ശല്യം ഒഴിവാക്കാനാണ് നമ്മൾ എന്തെടുത്തത്? 2x എന്ന് എടുത്തത് കേട്ടോ. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, ഇത് അല്ലേ. അപ്പൊ ഇതാണെങ്കിലോ, ഇത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ്, ആ റൈറ്റ് ട്രയാങ്കിളിന്റെ. ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറയണേ? നമുക്ക് എക്സ് കണ്ടുപിടിക്കണം, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ട്രയാങ്കിളിലേക്ക് നമ്മൾ അതിനെ വേണം ഒന്നുകൂടി എടുത്ത് വരയ്ക്കാം കേട്ടോ. നമ്മുടെ ഇതെത്രയാണ്? 4. ഇതെത്രയാണ്? എക്സ്. ഇതെത്രയാണ്? 2x. അപ്പൊ ഇത് വെച്ചിട്ട് പൈത്തഗോറസ് തിയറം പറയുമ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഇപ്പൊ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് അറിയാം അല്ലേ. അപ്പൊ a ഈക്വൽ ടു എന്നാവുമ്പോൾ എന്താവും? റൂട്ട് ഓഫ് h സ്ക്വയർ മൈനസ് b സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 2x. അപ്പൊ 2x ഹോൾ സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് എത്രയാ? x സ്ക്വയർ. ദാറ്റ് ഈസ് 2x ഹോൾ സ്ക്വയർ എത്രയാ മക്കളെ? 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 3x സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്ന് x സ്ക്വയറിന് സ്ക്വയർ ഉള്ളതാണല്ലോ, അങ്ങനെ നമ്മൾ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? x സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ x. റൂട്ട് 3ക്ക് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. നമ്മൾ എഴുതുമ്പോൾ പക്ഷെ എപ്പോഴും ഭംഗിക്ക് എന്താ എഴുതാം? ആദ്യം നമ്പർ പിന്നെ വേരിയബിൾ. റൂട്ട് 3x നമ്മളിപ്പോൾ കണ്ടു. അതായത് a ഈക്വൽ ടു റൂട്ട് 3x എന്ന് കിട്ടി. a ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് അറിയായിരുന്നു a എത്രയാണെന്നല്ലേ. a എത്രയായിരുന്നു? 4. അപ്പൊ 4 ഈക്വൽ ടു റൂട്ട് 3x എന്ന് കിട്ടി. 4 ഈക്വൽ ടു റൂട്ട് 3x. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്ത് വരും? 4 ബൈ ഈ റൂട്ട് 3 ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 4 ബൈ റൂട്ട്. ഈ 4 ബൈ റൂട്ട് 3 എന്നുള്ളത് ആരുടെ നീളമാ? കണ്ട, ഇതിന്റെ പകുതി നീളമാണ് 4 ബൈ റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ ലെങ്ത് എന്ത് വരും? therefore length of one side of equilateral triangle equal to 2x എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. that is 2 into 4 by root 3. 2 into 4 by root 3. That is 2 into 4 എന്ന് വെച്ചാൽ 8. 8 by root 3യുടെ വാല്യൂ എന്താ? 1.73. ഇതിനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോയിന്റ് ആദ്യം കളയണം അല്ലേ. കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും
ഈ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 2 നമ്പർ ഉണ്ട്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 100, ഇവിടെ 100. ദാറ്റ് ഈസ് 800 ബൈ 1 പോയിന്റ് പോയി 800 ബൈ 173 എന്ന് വന്നു. 800 ബൈ 173യുടെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 4.62 സെന്റിമീറ്റർ എന്ന് വരും. 4.62 സെന്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തിൽ കാണാനാണ്? മില്ലിമീറ്ററിലേക്ക് മാറ്റാനാ അല്ലേ? നമുക്ക് സെന്റിമീറ്ററിലാണ് കിടക്കണേ. അപ്പൊ മില്ലിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10 കൊണ്ട്. കാരണം എത്ര സെന്റിമീറ്റർ? 10 മില്ലിമീറ്റർ അല്ലേ 1 സെന്റിമീറ്റർ. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.62 ഇൻറ്റു 10. അതായത് 46.2 മില്ലിമീറ്റർ. 46.2 മില്ലിമീറ്റർ എന്ന് കിട്ടും. ആരുടെ ലെങ്ത്? നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം. കിട്ടിയില്ലേ സോൾവ് ചെയ്യാൻ പറഞ്ഞത്? അപ്പോൾ മക്കൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.